മദ്രസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പെൺകുട്ടി പറയുന്ന വാക്ക് 6ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു. പഠിച്ച കാര്യങ്ങളിങ്ങനെ ഓർക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം വരികയാണ്. ഈ ദേഷ്യം വരുന്നത്ര കാര്യങ്ങൾ എന്താണ് ഈ പരിശുദ്ധമായ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത്? മദ്രസ എന്ന് പറയുന്നത് മദ്രസൻ്റെ എല്ലാ വിഷയങ്ങളും ഇന്ന് അത് വെള്ളത്തിലെ ഒരു പൊട്ടത്തരം പോലെയാണ് അത് പഠിക്കൽ എന്ന രീതിയിൽ കിണറ്റിലുള്ള ഒരു തവളയെപ്പോലെ ഒരു മോശമായ രീതിയിൽ ഇത് പറയാനുള്ള കാരണം എന്താണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മദ്രസയുടെ എല്ലാ വിദ്യാഭ്യാസവും ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേത് ഇപ്പോൾ ആപ്പുകൾ പോലും ഉണ്ട്, ഒന്ന് നോക്കിയാൽ കൃത്യമായി മനസ്സിലാകും അതിലെന്താണ് ഇത്രയും ദേഷ്യം വരുന്ന കാര്യങ്ങൾ എന്താ അതിൽ പഠിപ്പിക്കപ്പെടുന്നത് എന്ന്. കാരണം ഇവർക്കൊക്കെ അറിയാം കൃത്യമായി. ഞാൻ മദ്രസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണുക എന്ന് പറയില്ല, നമ്മളിങ്ങനെ ഓരോന്ന് കാണുക അറിയുക, ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണുക എന്ന് പറയില്ല, നമ്മളിങ്ങനെ കാണുക അറിയുക, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പൊട്ടക്കിണറ്റിലാ കിടക്കുന്നത്, അവര് അതിന് വെളിയിൽ വരാൻ തയ്യാറല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പൊട്ടക്കിണറ്റില മുമ്പ് അവര് അതിന് വെളിയിൽ വരാൻ തയ്യാറല്ല. അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ലോകം, ഇതിനുള്ളിൽ അവരുണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ലോകം എന്നാണ്. അതിന് വെളിയിൽ വന്ന് പുറത്തേക്ക് ചാടിയാൽ മാത്രമേ അറിയുള്ളൂ പുറത്തും വേറൊരു ലോകമുണ്ട്. ഇവിടുത്തെ കൾച്ചറാണോ വേറെ സ്ഥലങ്ങളിലുള്ളത്? അല്ല. ഇവിടുത്തെ ബിലീഫ്സ് ആണോ വേറെ സ്ഥലങ്ങളിലുള്ളത്? അല്ല. എല്ലായിടത്തും ഡിഫറെന്റ് ആണ്. മദർസ ബിഗ് ബോസിൽ പോയി പലതിനും പോയി എവിടെ പോയാലും റീച്ചിലെത്തുന്നില്ല എന്ന് കാര്യം അറിയാം. അപ്പോൾ റീച്ചിലെത്തണം, വലിയ ജനസ്വാധീനമൊക്കെ ഒരിക്കൽ ആവണം, കിട്ടണമെന്നുള്ള കാര്യം അവരുടെ മനസ്സിൽ ഇങ്ങനെ അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടും ഒന്നും എത്തുന്നില്ല എന്ന് കാണുമ്പോഴേപ്പോൾ അവർക്കറിയാം ഇനി എത്താനുള്ള ഒരേ ഒരു മാർഗം പരിശുദ്ധമായ ദീനിനെയും മദ്രസനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടേക്ക് എത്തും. കാരണം പിന്നെ കട ഉദ്ഘാടനത്തിനും മറ്റു പരിപാടിക്കും എല്ലാത്തിനും ക്ഷണമുണ്ടാവും. കാരണം മദ്രസയും ദീനിയായ വിഷയത്തെ ഇങ്ങനെ എതിർക്കുമ്പോൾ ആളുകൾ പിന്നാലെ കൂടുന്നറിയാം. പറയാനൊന്നുമില്ല, ദേഷ്യം വരുന്നതാണ്. എനിക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഓർക്കും ദേഷ്യം വരുന്നതെന്നാണ്. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 6ാം ക്ലാസ് വരെ എന്തൊക്കെയായിരിക്കും വിഷയങ്ങൾ ദേഷ്യം വരുന്നത് പോലത്തത്? അതിൽ ദേഷ്യം കുറക്കുന്ന വിഷയങ്ങളേ ഉള്ളൂ. ആദ്യം ക്ലാസ്സിൽ കയറിയാൽ അദബിന് പഠിക്കും, മര്യാദ എങ്ങനെയാണ് പെരുമാറേണ്ടത്, മറ്റു കാര്യങ്ങളെക്കുറിച്ച് പഠിക്കും. പിന്നെ പഠിക്കുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അധ്യാപകന്മാരോട് എങ്ങനെ പെരുമാറണം, വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് സ്നേഹം കാണിക്കണം. പിന്നെ അത്യാവശ്യമായ മതപരമായ കാര്യങ്ങളായ നിസ്കാരം, നോമ്പ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള സ്വതക്ക, സക്കാത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ എന്താണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്? എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോൾ കൃത്യമായി നിങ്ങളെപ്പോലത്തെ പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പത്തെ പോലൊന്നുമല്ല. ഇന്ന് മദ്രസയുടെ എല്ലാ വിഷയങ്ങൾ ഒന്ന് യൂട്യൂബിൽ തുറന്നു നോക്കിയാൽ എല്ലാം കൃത്യമായി അറിയാം. ബുക്ക് സ്റ്റാളിലേക്ക് പോയാൽ കൃത്യമായി മദ്രസൻ്റെ എല്ലാം +2 വരെയുള്ള എല്ലാ പുസ്തകങ്ങളും ബുക്ക് സ്റ്റാളിൽ പോയാൽ കിട്ടും. അതല്ലെങ്കിൽ ആപ്പുകൾ അതിനെക്കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടാവും. ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത്. അയൽവാസികളെ സ്നേഹിക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം. അയൽവാസി ഏത് മതവിശ്വാസിയായാലും നാം ഗുണം മാത്രം ചെയ്യണം. അയൽവാസികൾക്ക് നാം ഗുണം മാത്രമേ ചെയ്യാവൂ, അവരെ ദ്രോഹിക്കരുത്.
അത് ഏത് മതവിശ്വാസിയാണെങ്കിലും, നമ്മുടെ അയൽവാസി ഏത് മതവിശ്വാസിയാണെങ്കിലും അവരോട് നല്ല രീതിയിൽ പെരുമാറണം, അവരെ സ്നേഹിക്കണം, അവർക്ക് ഒരു ഉപദ്രവവും നമ്മൾ ഉണ്ടാക്കരുത്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഈ കഥയിലെ ഗുണപാഠം മനസ്സിലാക്കുക. പിന്നെന്താണ് അയൽവാസിയോടുള്ള കടമകള്? എന്തൊക്കെയാണ് അയൽവാസികളോടുള്ള കടമകള്? അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. അവരെ ഒരു കാര്യവും പറഞ്ഞ് നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. അയൽവാസികളെ ഒരു കാര്യവും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരിൽ നിന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ അത് അവരെ പറഞ്ഞ് നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. അവർ നമ്മെ വേദനിപ്പിച്ചാലും നാം പുറത്തു കൊടുക്കുക. അവര് നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്തു കൊടുക്കുക. അവരത് പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക. പിന്നെ അവരെ ബഹുമാനിക്കണം. പിന്നെ അവർക്ക് ഗുണം ചെയ്യണം. അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഗുണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക. പിന്നെ അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കുക. അപ്പൊ അതൊക്കെയാണ് അയൽവാസികളോടുള്ള കടമകൾ. എല്ലാവരും ഒന്നായി മനസ്സിലാക്കണം കേട്ടോ. ലൈസൽ മുഅ്മിനുല്ലദീന യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാനും സാര എഴുതുക, അർത്ഥം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സാമിന് വരും. അപ്പൊ അത് നന്നായി മനസ്സിലാക്കുക. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അയൽവാസികളോടുള്ള കടമകൾ പഠിക്കുക. നമുക്ക് ചോദ്യം വരാം, എന്ത്? അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. ഇതെന്താണ്? അയൽവാസികളോടുള്ള കടമയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവരെ വേദനിപ്പിക്കരുത്. ആരെ? അയൽവാസികളെ. അപ്പൊ അങ്ങനൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്ക് തദ്രിബാത്ത് നോക്കാം. ഉത്തരം എഴുതാനാണ്. എന്താണ്? ആരാണ് നമ്മുടെ അയൽവാസികൾ? ആരാണ്? പാഠബുക്കിൽ ആദ്യം അടയാളപ്പെടുത്താം. ആരാണ്? നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. എഴുതാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താ? അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ 4 എഴുതുക. എന്തൊക്കെയാണ്? നമ്മളിവിടെ വായിച്ച് അതിൽ നിന്ന് 4 എടുത്ത് എഴുതാം. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക. അപ്പൊ ഇവിടെ മുഴുവൻ പറഞ്ഞത് അവരോടുള്ള നമ്മുടെ കടമകളാണ്. അപ്പൊ ഇതൊന്ന് 4 എടുത്ത് എഴുതാം. അടുത്തത് ഉസ്താദിനോട് അന്വേഷിക്കാം. എന്താണ്? അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതിന്റെ ആൻസർ? എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരാള് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ്. തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ അയൽവാസിക്കും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി സുരക്ഷിതരല്ലാത്തവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങള് മനസ്സിലാക്കുക. അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അനുഭവം പറയാം. എന്താണ്? അനുഭവം പറയാനാണ്. അയൽവാസിയോട് മര്യാദയോട് പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അത് വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം എക്സാമിന്, മനസ്സിലാക്കുക. അപ്പൊ ജൂതന്റെ അയൽവാസി ആരായിരുന്നു? അബ്ദുല്ലാഹിബിന് മുബാറക് റളിയല്ലാഹു അൻഹു എന്നവരായിരുന്നു. ജൂതൻ എന്തിനാണ് വീട് വിൽക്കാൻ തീരുമാനിച്ചത്? സാമ്പത്തിക പ്രയാസം കാരണമാണ് ആ ജൂതൻ തന്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചത്. ജൂതൻ തന്റെ വീടിന് എത്രയാണ് വില നിശ്ചയിച്ചിരുന്നത്? 2000 നാണയമായിരുന്നു അദ്ദേഹം അതിന് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കച്ചവടക്കാർ ജൂതന്റെ വീടിന് 1000 നാണയമേ വിലയുള്ളൂ, 2000 അധികമാണെന്ന് പറഞ്ഞപ്പോൾ ജൂതൻ നൽകിയ മറുപടി എന്താണ്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വീടിന്റെ വില 1000 നാണയമാണ്. 1000 നാണയം എന്റെ നല്ല അയൽപക്കത്തിനുള്ള വിലയാണ്. ഇതാണ് ജൂതൻ കച്ചവടക്കാരോട് പറഞ്ഞത്. ജൂതന്റെ അയൽവാസി ആരായിരുന്നു? അബ്ദുല്ലാഹിബിൻ മുബാറക് എന്നവരായിരുന്നു. അപ്പൊ അതൊക്കെ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. അപ്പൊ ഇത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ദേഷ്യമുണ്ടാവുക? സ്നേഹമല്ല ഉണ്ടാകേണ്ടത്, മനസ്സിന് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്. ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം റീച്ച് കൂട്ടുക എന്നുള്ളത് മാത്രമാണ്, മറ്റൊന്നുമില്ല, പറയാനൊന്നുമില്ലല്ലോ. ദേഷ്യം വരുന്നുണ്ട് എന്നാണ്, അത് പൊട്ടത്തരമാണ് എന്ന രീതിയിൽ ഏതിലാണ് ഒരു വാക്കെങ്കിലും അതിൽ പൊട്ടത്തരമായ വാക്കുകൾ ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഇതേ പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്. കാരണം ഒന്ന് അറിയപ്പെടണം, മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടണം. ശ്രദ്ധിക്കപ്പെടാനും വേണ്ടിയുള്ള പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു നോക്കി അല്ലെ, പലയിടത്തും പോയി ബിഗ് ബോസിലേക്ക് കയറി നോക്കി, അവിടെ ഒന്നും എത്താൻ പറ്റിയില്ല. പിന്നെ അവസാനം കിട്ടുന്നൊരു മാർഗ്ഗം ഇതാണ്, ദീനിനെ കുറിച്ച് എന്തെങ്കിലും പറയാം, ദീനിന് വിരുദ്ധമായ പ്രവൃത്തി എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇല്ലാത്ത കഥകളൊക്കെ അവിടെ പഠിപ്പിച്ച ഉസ്താദന്മാരെ കുറിച്ച്. ഈ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞല്ലോ, പച്ച നുണയായിട്ട് അവിടെ പഠിപ്പിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ച്. പക്ഷേ ഏത് ഉസ്താദാണോ ഏത് കാലത്താണോ ഇത് നടന്നത് അതിനൊന്നും വിവരമില്ല, വെറുതെ ഒന്ന് പറയുക, അതിനൊരുപാട് ആളുകൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഈ മുസ്ലിം പെൺകുട്ടികളുടെ പിന്നിൽ, കാരണം ഈ തട്ടമിട്ടവർക്ക് പരിശുദ്ധമായ ദീനെ പറയുന്നതിൽ വലിയ സന്തോഷം എന്നറിയാം. ആരോ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ആരുടെ ഒരു തൃപ്തി നേടാൻ വേണ്ടിയാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല. അവരുടെ മനസ്സിലൊന്നുമില്ല, ഇതേ ഉള്ളൂ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ല വിവരമുള്ളവരാണ് എന്ന്. എൻ്റെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ കൃത്യമായി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും പൊട്ടത്തരം കിട്ടുന്ന സന്ദർഭത്തിൽ വായിക്ക് തോന്നുന്നത് പറയുന്നതിന് മുമ്പ് ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും എല്ലാ കിതാബിൻ്റെ വിവരങ്ങളും ഒന്ന്, ഏത് 6ാം ക്ലാസ് ആണെങ്കിൽ 6ാം ക്ലാസ്, ഇനി പാർട്ട് 1 ആണെങ്കിൽ പാർട്ട് 1, പാർട്ട് 2 നടിക്കുക, ചാപ്റ്റർ പാഠം എത്ര നടിക്കുക, എന്നിട്ടൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ഏത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്താലും പെട്ടെന്ന് അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി കിട്ടും. ദേഷ്യപ്പിടിക്കുന്ന കാര്യങ്ങളോ പൊട്ടത്തരമായ കാര്യങ്ങളോ ഒന്നും എടുത്തു തരാൻ സാധിക്കില്ല. കാരണം ഈ പെൺകുട്ടികളൊക്കെ വിചാരിച്ച് എന്ത് വേണമെങ്കിലും പറയാമല്ലേ, എന്ത് പറഞ്ഞാൽ കാരണം മദ്രസയിലേക്ക് ഇവരൊക്കെ വന്നിട്ടുണ്ടാവില്ല, ഇവർക്ക് മദ്രസയെ കുറിച്ചൊന്നും അറിയൂല, പിന്നെന്തും പറഞ്ഞങ്ങ് രക്ഷപ്പെടാമെന്നാണ്. കാരണം ഇങ്ങനെ രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം അത്രത്തോളം മദ്രസൻ്റെ എല്ലാം ഇന്ന് നമുക്ക് ലഭ്യമാണ്, നോക്കി പരിശോധിക്കാൻ പറ്റും. അതിൽ അത്രത്തുള്ള ഈ പെൺകുട്ടി പറയുന്നത് പോലെ പെൺകുട്ടിയൊന്നും റീച്ച് കിട്ടാനും ഒരു അറിയപ്പെട്ട ആളാകാനും പിന്നെ അടുത്ത എല്ലാ പരിപാടിക്കും ഉദ്ഘാടന പരിപാടിക്കൊക്കെ ഇവളെ ക്ഷണിക്കപ്പെടാനും ഇവൾക്കൊരു അംഗീകാരം കിട്ടാനും മറ്റുള്ള ആളുകളൊന്ന് തൃപ്തിപ്പെടുത്താനും വേണ്ടി എന്തെങ്കിലും അങ്ങ് പൊട്ടത്തരം പറഞ്ഞാൽ രക്ഷപ്പെടുന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള ഈ ഭ്രാന്ത് പിടിച്ച പെൺകുട്ടികളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല ബോധം നൽകട്ടെ. കാരണം എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.